ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് നമുക്കൊരു അടിപൊളി ഡിഷാണ് കേട്ടോ ഗൈസ്. എൻ്റെ ഫേവറേറ്റ് ഡിഷായ കപ്പ ബിരിയാണിയാണ്. അപ്പം നമുക്ക് കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് കപ്പ ബിരിയാണിക്ക് വേണ്ട ബീഫ്, നല്ല അടിപൊളി ബീഫ് എല്ലോടും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചി മസാല, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കുക്കറിൽ കറിവേപ്പിലും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വിസിലടുപ്പിക്കണം. അതായത് എല്ല് മാത്രം ഇട്ടൊരു 7 വിസിലടുപ്പിക്കണം, എങ്കിലേ അത് നന്നായിട്ട് വെന്ത് വരത്തുള്ളൂ. ഓക്കെ, അത് വെച്ചതിന് ശേഷം നമുക്ക് ഉള്ളിയും സവാളയും പച്ചമുളകും തക്കാളിയൊക്കെയാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്. ഇത് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോഴത്തേക്കും വിസിലൊക്കെ റെഡിയായി. വിസിലടിച്ച് വന്ന എല്ലിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് നമുക്ക് കുറച്ച് ഇറച്ചി, പച്ച ഇറച്ചി ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്ത് ഒരു 3 വിസിലും കൂടി അടുപ്പിക്കണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട്. ഇത് നമ്മുടെ കപ്പയ്ക്ക് വേണ്ടിയുള്ള അരപ്പാണ് കേട്ടോ. ഇത് കപ്പ റെഡി ആയിട്ടുണ്ട്. അമ്മ ഇങ്ങനെ അരിഞ്ഞ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കപ്പയ്ക്ക് വേണ്ട അരപ്പ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. തേങ്ങയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ജീരകവുമാണ്. ഇത് വിസിലടിച്ച് ഇറച്ചിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിത് വിറകടുപ്പിലാണ് വെക്കുന്നത്. വെളിയിലൊരു വിറകടുപ്പൊക്കെ സെറ്റ് ചെയ്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ച് അങ്ങ് തട്ടുവാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ വഴന്ന് വരുമ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ എടുക്കും കേട്ടോ. അങ്ങനെയാണ്. ഇതിനകത്ത് കൊച്ചുള്ളിയും ഉണ്ട്, സവാളയും ഉണ്ട്. ഞാനൊരു 2 കിലോ ഇറച്ചിയുടെ ഒരു കണക്കാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇടുവേ. അതൊരു ട്രിക്കാണ് കേട്ടോ. ഒരുവിധപ്പെട്ട എല്ലാവർക്കും അത് അറിയായിരിക്കും. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് സവാള നമുക്ക് വഴറ്റിയെടുക്കാം. അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇത് കേട്ടോ. നമുക്ക് വേണ്ട പൊടി ഐറ്റംസ് ആണ് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും ഗരം മസാലയും പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയാണ് കൂടുതൽ നിൽക്കേണ്ടത്, മുളക് പൊടി കുറച്ച് മതിയാവും കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. മൂപ്പിച്ചിട്ട് മസാല, അതായത് ഉള്ളിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വേവിച്ച് വെച്ച എല്ലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെക്കണേ. കുറച്ച് നേരം മൂടി വെച്ചാൽ മതിയാവും, പെട്ടെന്ന് തന്നെ ഇതാവും കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ എല്ലും ഈ കപ്പയും കൂടെ ഒരുമിച്ച് ഒരു മിക്സിങ് ആണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് മുമ്പേ ഞാൻ ഇതിൻ്റെ വീഡിയോ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇത് ഞാൻ ഹറിബറി ആയിട്ട് പെട്ടെന്ന് ചെയ്യുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലും കപ്പയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുവാണ് കേട്ടോ. ഒരുപാട് നമ്മൾ സാധാരണ ബീഫ് കറി വെക്കുന്ന അരപ്പും മസാലയൊക്കെ തന്നെയാണ് കേട്ടോ ഇതിനും വേണ്ട കേട്ടോ. പക്ഷെ കുറച്ച് ആരോഗ്യത്തോടെ ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു റെഡി ആയിട്ടുണ്ട്. അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതുപോലെ